അനിമോള് ചായ ഇടുക. അപ്പോൾ ശരത്ത് വന്നിട്ട് തമാശയൊക്കെ പറയാണ്. അപ്പോൾ അനിമോള് പറയാണ്, ആരാണ്? അപ്പോൾ ശരത്ത് പറയുന്നത്, എന്തെന്ന് ഞാൻ നിന്നോട് ചോദിക്കല്ലേ. അപ്പോൾ അനിമോള് ചിരിച്ചിട്ട് പറയാം, അതെ പോയേ തിളയ്ക്കുമ്പോഴേ ഞാൻ കൊണ്ടുവരാം. ശരത്തിന് ശരിക്കും അനിമോളോട് വെളിയിലുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിലുള്ള കോംബോയും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിനെ പേടിച്ചിട്ട് ഒന്നും പറയാൻ മേത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ, അല്ല അത് പിന്നെ പറയാം, ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, പിന്നെ പറയാമെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓരോ വഴിക്കാവൂലേ എന്ന് അനിമോള് പറയുമ്പോൾ ശരത്ത് ചോദിക്കുക, നീ പുറത്തിറങ്ങിയാൽ മറക്കുമോ? അപ്പോൾ അനിമോള് പറയും, പിന്നെ മറക്കും, എനിക്കെന്തോ ഓർമ്മക്കുറവുണ്ട്. കൂടുതലാളാവല്ലേ എന്ന് അനിമോള് പറയുമ്പോൾ ശരത്ത് പറയാം, നീയും കൂടുതലാളാവല്ലേ, ഞാനെങ്ങനെ മറക്കുന്നതെന്ന് അനിമോള് ചോദിക്കുന്നു. സാധനങ്ങളൊക്കെ ഉണ്ട് അനിമോളെ, നിനക്ക് കാണണം, നീ ഭയങ്കര ഇൻട്രസ്റ്റോട് പറയുകയാണ്. പക്ഷെ പറയാൻ പറ്റുന്നില്ല, ആളിന് വീർപ്പ് മുട്ടുകയാണ്. ഉറപ്പാണ് നീ ഞെട്ടും. എന്നിട്ട് പിന്നെ പറ എന്ന് അനിമോള് പറയുമ്പോൾ വേണ്ട നോക്കട്ടെ വേണ്ട ഇങ്ങനെ പറയാണ്. അനിമോടെ ഒച്ച ഉയർന്നു, കൂടുതലാളാവല്ലേ, പറയങ്ങോട്ട്. ഉടനെ പറയാം, പോണ്ട നീ എന്ന് പറയുന്നു ശരത്ത്. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ജിഷ്ണും വന്നിട്ട് തിരുവനന്തപുരം ലാംഗ്വേജിൽ സംസാരിക്കുന്നത്, നിവിൻ സംസാരിക്കുന്നത്. ഉടനെ പറയുന്നത്, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നു പറയുന്നത് അനിമോള്. ശരത്ത് ഇതിനെ കുറേ അങ്ങ് തിരുവനന്തപുരം ലാംഗ്വേജിൽ സംസാരിക്കാൻ തുടങ്ങി. ചായയുടെ പെണ്ണേന്നൊക്കെ പറയണമെന്ന്. മര്യാദയ്ക്ക് നിന്ന് സംസാരിക്കാൻ പനി എന്ന് അനിമോള് പറയാണ് കടുപ്പിച്ച്. എനിക്ക് മനസ്സില്ല പെണ്ണെ എന്ന് പറയുന്നത് ശരത്ത്. നീ കൊച്ചിയല്ലേ, അപ്പം നീ കൊച്ചിയിലെ ലാംഗ്വേജിൽ സംസാരിക്കേ. കൊച്ചിയാണെങ്കിലും കായംകുളമാണെങ്കിലും ഞാൻ ട്രിവാൻഡ്രംകാരനാണ് ശരത്ത് പറയുക. സംസാരം കേൾക്കുമ്പോൾ അനിമോൾക്ക് ചിരി വരുന്ന അനിമോള് പറയാം, ചിരിപ്പിക്കല്ലേ. സത്യത്തിൽ അനിമോളൊരു പാവം. ആരെങ്കിലും ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതി, അനിമോള് പിന്നെ അവരോടങ്ങ് കൂട്ടാവും. അതായത് എത്ര വൈരാഗ്യമുള്ളവരാണെങ്കിലും അവരൊന്ന് ചിരിച്ച് കാണിക്കുമ്പം അനിമോള് കൂട്ടാവും. കുറച്ച് നേരത്തെ ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു, അക്ബറുമായിട്ടിരുന്ന് സംസാരിക്കുന്നത്. അക്ബറിനോട് പറയുന്ന അനിമോള് പറയുന്ന, ആരോ വന്ന് ചോദിച്ചാൽ റെന ഫാത്തിമ വന്നിട്ട് ചോദിക്കുന്നത്, അക്ബറൊക്കെ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ, എന്താ ഹാപ്പി അല്ലെങ്കിൽ ഞങ്ങൾ അക്ബറിനെ ഹാപ്പി ആക്കുമെന്ന് അനിമോള് സന്തോഷത്തോടെ പറയുന്നു. അപ്പോൾ ഉടനെ അക്ബർ ചോദിക്കുക, നീ ആരാ എന്നെ ഹാപ്പിയാക്കാൻ, നീ എന്നെ ഹാപ്പിയാക്കണ്ട. ഇവരൊക്കെ എല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അന്നേരം അനിമോളെ നേരെ ഒരു ആൾ വഴക്കുണ്ടാക്കാൻ വരുവാണെങ്കിൽ അനിമോള് സംസാരിക്കും. അയാൾ അതും ഒരുപാട് ഓവറായ അനിമോള് സൈലൻ്റ് ആവും. അനിമോള് അത്ര ഒച്ചത്തിൽ സംസാരിക്കത്തില്ല, കുറച്ചൊക്കെ സംസാരിച്ച് പിടിച്ച് നിൽക്കും. പിന്നെ അവരങ്ങ് ഓവറായി ഭയങ്കര മോശമായ വാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പം അനിമോൾ ഒന്നും മിണ്ടത്തില്ല, കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അതാണ് അനിമോളുടെ ഒരു ക്വാളിറ്റി. ഇപ്പം അതേണക്ക് ഇപ്പോൾ ശരത്തൊക്കെ പ്രൊമോയിൽ കാണിച്ചായിരുന്നു, ഭയങ്കര ഷൗട്ട് ചെയ്തുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. അനിമോള് നല്ല ഇതായിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കുകയും ആ ചായ ഉണ്ടാക്കിയൊക്കെ ചെയ്യുകയാണ്. എല്ലാവരോടും അനിമോൾ ഇങ്ങനെ തന്നെ. അനിമോളുടെ നേരെ വരുന്നതിന് മാത്രമേ അനിമോൾ ഒച്ചയെടുക്കുന്നുള്ളൂ. ഒരാളെ അനിമോൾ അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കാനോ എടുക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടൈമിലൊക്കെ ആ ജിസേലിനോട് മാത്രമേ ഉള്ളായിരുന്നു ആ അതും ജിസേൽ തെറ്റ് ചെയ്തതുകൊണ്ട്, ആർക്കും മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ജിസേൽ മേക്കപ്പ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.